എല്ലാ പക്ഷി മൃഗാദികൾക്കുമേ അവരുടെ കുഞ്ഞുങ്ങൾ എത്ര പ്രിയപ്പെട്ടതാണ് അല്ലേ? നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് അവരെ ആ കുഞ്ഞുങ്ങളെ എത്രത്തോളം കെയർ ചെയ്യുന്നതെന്നൊക്കെയാണ്. ഒരു കുഞ്ഞ് മുട്ടയിട്ട് ആ മുട്ട അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ച് നമുക്ക് മനുഷ്യർക്ക് എത്ര ഫീലിംഗ് ആണോ അതുപോലെ ആയിരിക്കും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവർ കരുതുന്നത് കേട്ടാ. നമ്മൾ ആ ക്യാമറയും കൂടി കൊണ്ടു ചെന്നിട്ടും അവൻ കൂടിൻ്റെ പുറത്തോട്ട് മാറുന്നേ ഇല്ലായിരുന്നു. അവനത് നോക്കിയിരിക്കുകയായിരുന്നേ. ഇത് കണ്ടോ, കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി വലുതായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളാ കൂട് മുട്ട വിരിയിക്കാൻ വേണ്ടി ആ കലം വെച്ച് കൊടുത്തത് റോങ് ആയിട്ടാണ് കേട്ടോ. അത് നമ്മൾ ഓപ്പൺ കലം വെക്കുമ്പോൾ അതിങ്ങ് തിരിച്ച് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഹോൾ ഇട്ടിട്ട് വെച്ച് അപ്പം നമ്മുടെ ഓപ്പൺ ഏരിയ തുറന്ന് തന്നെ ഇരിക്കും. ഞാൻ അവിടെ ഒരു കറുത്ത പ്ലാസ്റ്റിക് കവർ കെട്ടി വെച്ചേക്കുക, കാരണം ചരിച്ച് വെക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അതിലേ ചെന്ന് വീഴണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടെ എന്നിട്ടും ആ കുഞ്ഞുങ്ങൾ അതിലേ കൂടെ വീഴുന്നുണ്ട്. നിങ്ങളത് കൂട് വെക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇങ്ങനെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും. കിളികളൊക്കെ മുട്ടയിടുമ്പോൾ കുഞ്ഞ് വിരിയുന്നത് നേരത്തെ ഇടുന്ന മുട്ടകളൊക്കെ നേരത്തെ വിരിയാറാണ്. താമസിച്ച് വിരിയുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ ഈ നേരത്തെ വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ആരോഗ്യം ഉണ്ടാവേ. അവൻ നോക്കിയേ, ഈ കുഞ്ഞ് താമസിച്ച് വിരിഞ്ഞതാ. അവൻ കൊച്ചു കുഞ്ഞല്ലേ, അവനെ തെറയിലിടുന്നതാണ്. അവൻ തറയിൽ തള്ളിയിട്ട് അവന് വീണ്. അവനെ പിന്നെ നമ്മളെടുത്ത് രക്ഷിച്ച് ഹാൻഡ് ഫീഡൊക്കെ കൊടുത്ത്. നിങ്ങൾ കുഞ്ഞുങ്ങൾ വളർത്തുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇങ്ങനെ കുഞ്ഞിനെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകത്തില്ലേ, മറ്റേ കുഞ്ഞുങ്ങൾ തള്ളി കളഞ്ഞ ഒക്കെ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ നഷ്ടപ്പെടാതെ ഇരിക്കുമേ. ഇവന് ഹാൻഡ് ഫീഡൊക്കെ കൊടുത്താണ് പിന്നെ രക്ഷപ്പെടുത്തിയെടുത്തത്.